നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ റിസൾട്ടിൽ കേരളത്തിൽ നിന്ന് റാങ്ക് നേടിയ 3 പേരുടെ ജീവിതാനുഭവം പ്രത്യേകം ശ്രദ്ധ നേടുകയുണ്ടായി. അതിൽ 57 റാങ്ക് നേടിയ ശ്രീജയും, 109 റാങ്ക് നേടിയ അജയും, 483 റാങ്ക് നേടിയ ഡോക്ടർ ആതിരയും. 3 പേരുടെയും ജീവിത സാഹചര്യം വ്യത്യസ്തമാണ്. വ്യത്യസ്തങ്ങളായ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ചുറ്റുപാടുകളിലാണ് അവർ വളർന്നു വരുന്നത്. പക്ഷേ ഇവിടെ ജീവിതം വളർന്നു വരുന്ന തലമുറകൾക്കും വളർന്നവർക്കും ഒരു പ്രചോദനമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 3 പേരുടെയും ജീവിത സാഹചര്യങ്ങളാണ്. അവരുടെ പഠനവും അവരുടെ ഉന്നത വിദ്യാഭ്യാസവും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. പകുതി വഴിയിൽ പഠനം നിന്നു പോകുന്നവർ, പഠിക്കാൻ താല്പര്യമില്ലെന്ന് പ്രകടിപ്പിക്കുന്നവർ, വീട്ടിൽ ചുറ്റുപാടുകളില്ല എന്ന് പരിതപിക്കുന്നവർ, സാഹചര്യങ്ങളുണ്ടായിട്ടും പഠിക്കാത്തവർ, 10-ലും 12-ലും ഒക്കെ പഠനത്തിൽ കുറവ് മാർക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ മോശം മാർക്ക് ലഭിക്കുമ്പോൾ പഠിക്കേണ്ടതെന്ന് തോന്നുന്നവർ, ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, മടുത്തുപോയി എന്ന് തോന്നുന്നവർ, എല്ലാവർക്കും ഈ 3 പേരും ഒരു മാതൃകയാണ്. ശ്രീജയുടെ വീടിൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ നമ്മൾ പലതവണ കേട്ട് കഴിഞ്ഞു വാർത്താമാധ്യമത്തിലൂടെ. അവർ തന്നെ പറയുന്നുണ്ട്, ശ്രീജയ്ക്ക് ഒരു നാണക്കേടോ ഒരു പരിഭവമോ ഒരു പരാതിയൊന്നുമില്ല. ഒരു ലക്ഷ്യം മാത്രമാണ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ശ്രീജ പഠനം പൂർത്തീകരിക്കുന്നു. അവിടെ കൊണ്ട് തീരുകയല്ല, തനിക്കൊരു ലക്ഷ്യം അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ഉന്നതമായ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യണം എന്ന് പറയുന്നത്. ശ്രീജ തന്നെ പറയുന്നുണ്ട്, ചന്ദ്രനോളം എത്താൻ ആഗ്രഹിച്ച ലക്ഷ്യം വെച്ചാൽ മാത്രമേ നക്ഷത്രങ്ങളിലെങ്കിലും എത്താൻ പറ്റൂ എന്ന ആഗ്രഹത്തിൽ 15ാമത്തെ റാങ്കിൽ എത്തണം എന്ന ആഗ്രഹത്തോടെ പഠിച്ചു. 57 റാങ്ക് നേടി. ജീവിതത്തിൻ്റെ പരിമിതികളെയും സാഹചര്യങ്ങളെയോ മാതാപിതാക്കളുടെ അവസ്ഥകളെയോ കുറ്റപ്പെടുത്താതെ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ശ്രീജ കേവലം ഒരു പോരാട്ടത്തിൻ്റെ കഥയല്ല, കെടാത്ത ആത്മവീര്യത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീകമാണ്. അജയുടെ 109 റാങ്ക് നേടിയ അജയുടെ ജീവിതകഥ ഇച്ചിരി വ്യത്യസ്തമാണ്. അജയ്ക്ക് കാഴ്ച പരിമിതികളുണ്ട്, പക്ഷെ അജയ് പഠിച്ചു, ഉന്നത വിജയം കരസ്ഥമാക്കി. പല കാര്യങ്ങളിലും അജയ് നമുക്കൊരു മാതൃകയാണ്. കാരണം അജയുടെ കാഴ്ച പരിമിതിക്കുള്ളിലും അജയ് നല്ല ഒരു ജോലി കരസ്ഥമാക്കുന്നുണ്ട്. ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കി. അതിനുശേഷം നാട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. മാത്രമല്ല UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ 700-ന് മുകളിലൊരു റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തതാണ് ഇതിനു മുമ്പത്തെ സമയത്ത്. പക്ഷെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയില്ല. ഇച്ചിരൂടെ ഉയർന്ന നല്ല ഒരു റാങ്കിലേക്ക് കയറി പറ്റണം എന്ന ആഗ്രഹത്തിൽ വീണ്ടും പഠിക്കുകയാണ്. പഠനം അവസാനിപ്പിക്കാമായിരുന്നു പകുതി വഴിക്ക്, അല്ലെങ്കിൽ നിർത്താമായിരുന്നു. ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി കോളേജിൽ തൻ്റെ ജീവിത പരിമിതികളിൽ ഒതുങ്ങിക്കൂടാമായിരുന്നു. 700 മുകളിലൊരു റാങ്ക് കിട്ടി, അതിലും വേണമെങ്കിൽ ഒതുങ്ങിക്കൂടാമായിരുന്നു. പക്ഷെ അതല്ല, അതിനും അപ്പുറത്തേക്ക് ദൃഢനിശ്ചയം, പരിമിതികളും പരിഭവങ്ങളുമായിട്ട് ഒതുങ്ങിക്കൂടാതെ തൻ്റെ പരിമിതികളെ കവച്ചു വയ്ക്കുന്ന ഒരു പോരാട്ട വീര്യം, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ പരിഭവങ്ങളുണ്ടെങ്കിൽ, പരിമിതികളെ പറ്റിയുണ്ടെങ്കിൽ മുൻപോട്ട് പോകുവാനായിട്ട് അജയ് ഒരു മാതൃകയാണ്. 3ാമത്തെ ആൾ ഡോക്ടർ ആതിര. ഡോക്ടർ ആതിരയുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ്. ഡോക്ടർ ആതിര BDSന് 3ാം വർഷം ഒരു ആക്സിഡന്റ് ഉണ്ടാവും. അതിനുശേഷം അരയ്ക്ക് താപ്പോട്ട് തളർന്നു പോകുന്നു. പക്ഷെ ഡോക്ടർ ആതിര ഈ 2 പ്രാവശ്യം ഈ അപകടത്തെ തുടർന്ന് മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആളാണ്. മരിച്ചു എന്ന് വിധി എഴുതി എന്ന് തീർപ്പ് കൽപ്പിച്ചെടുത്തു നിന്ന് 2 തവണ അത്ഭുതകരമായി തിരിച്ചു വരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, തൻ്റെ ഓർമ്മകൾ എല്ലാം പോയിരിക്കുന്നു എന്നുള്ളത്. ഏതാണ്ട് 2 വർഷത്തോളം ആ ഒരു അവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് ആതിര തന്നെ പറയുന്നത്, 3 വർഷം പഠിച്ച BDSന് പഠിച്ച ഒരാൾക്ക് തൻ്റെ വായിൽ എത്ര പല്ലുണ്ടെന്ന് ചോദിച്ചാൽ പോലും അതിനൊരു ഉത്തരം പറയാൻ പറ്റാത്ത ഒരു മറവിയിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ ഈ കഴിഞ്ഞ 3 വർഷം പഠിച്ച പുസ്തകങ്ങൾ വീണ്ടും കളക്ട് ചെയ്ത് ഒന്നുകൂടെ പഠിച്ച് 4ാം വർഷം വീണ്ടും പഠിച്ച് പരീക്ഷ പാസ്സായി ഉന്നത വിജയം കരസ്ഥമാക്കി. അവിടെ കൊണ്ട് തീരുന്നില്ല. കോവിഡിൻ്റെ സമയത്ത് ആണ് ഈ പഠനം പൂർത്തീകരിക്കപ്പെടുന്നത്. അതിനുശേഷം ഈ സാമൂഹിക സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് തിരിച്ചറിയുന്നത്, ചില മനുഷ്യരെ സഹായിക്കാനായിട്ട് തനിക്ക് പറ്റും. അപ്പോൾ ആളുകൾ തൻ്റെ സേവന സന്നദ്ധതയും സമാന മനസ്കരായ ആളുകളുടെ, അല്ലെങ്കിൽ സമാനമായ ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുന്ന ആളുകളെ സഹായിക്കണമെന്ന താല്പര്യത്തിൽ ആതിര തന്നെ മുൻപോട്ട് വരികയാണ്. അങ്ങനെയാണോ സിവിൽ സർവീസിൽ എത്തിച്ചേർന്നാൽ തനിക്ക് കൂടുതൽ ആളുകളെ സഹായിക്കാനായിട്ട് പറ്റും. ആതിര തൻ്റെ റോൾ മോഡലായിട്ട് കാണുന്നത് തന്നെയാണെന്ന് പറയുകയാണ്. കാരണം തൻ്റെ ഒരു നില മെച്ചപ്പെടുത്തണം, തനിക്ക് തൻ്റെ പരിമിതി അറിയാം, ഇനി എന്ത് ചെയ്യണമെന്നറിയാം, എങ്ങനെ പോകണമെന്നറിയാം. ഇതൊരു മടുപ്പില്ലാത്ത ജീവിതത്തെ പറ്റിയാണ്. അരയ്ക്ക് താപ്പോട്ട് തറന്നുപോയി ശുശ്രൂഷിക്കാനായിട്ട് സഹോദരി അനിയത്തി പഠനം മാറ്റിവെച്ച് വേറൊരു സ്ട്രീമിൽ നിന്ന് നേഴ്സിംഗ് ഫീൽഡിലേക്ക് വന്ന് ഈ
ഈ സഹോദരിയെ ചേച്ചിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി സമയം മെനക്കെടുമ്പോൾ അന്ന് ഇനി പഠനം അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതുകയല്ല. ഉന്നതമായ ഒരു ലക്ഷ്യത്തോടുകൂടി സാമൂഹികമായ തൻ്റെ അവസ്ഥകൾക്ക് സെറ്റാകുന്ന രീതിയിലുള്ള പഠനം പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷെ അതുകൊണ്ടായില്ല. സാമൂഹികമായ ഒരു പ്രതിബദ്ധതയോടെ തൻ്റെ പഠനത്തെ, തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ 3 പേരും ഒരു മാതൃകയാണ്. പഠിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാകാം, പഠനം വേണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും, പരിഭവങ്ങളുണ്ടാകാം, തോൽവിയിൽ പരാജയപ്പെട്ട് പിന്മാറുന്നവരുണ്ടാകാം, 10ലും 12ലും കൊണ്ട് ജീവിതം തീർന്നു എന്ന് കരുതുന്നവരുണ്ടാകാം, ഡിഗ്രിക്ക് അല്ലെങ്കിൽ മുൻപോട്ടുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടാകാം. സാമ്പത്തികമായിക്കോട്ടെ, സാമൂഹികവും സാംസ്കാരികവുമായ നിങ്ങളുടെ ചുറ്റുപാടുകളായിക്കോട്ടെ, നിങ്ങളുടെ ഭവനമായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളായിക്കോട്ടെ, ഈ 3 പേരും ഒരു വെല്ലുവിളി തന്നെയാണ്. കെടാത്ത ആത്മവീര്യം, പോരാട്ടം, അത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോട്, ശരീരത്തോട്, ജീവിതാനുഭവങ്ങളോട് പ്രതികരിക്കാത്ത മനസ്സിനോടല്ല, ശരീരത്തോട്. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാനും മുൻപോട്ട് കൊണ്ടുപോകാനും പറ്റും. ഈ 3 പേരുടെയും പോരാട്ട വീര്യം ഒരു പ്രചോദനമാണ്. പലരും ഇത് തന്നെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പോരാട്ട വീര്യം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു. കാരണം ഒരു ജോലിക്കുള്ള ഡിഗ്രി എല്ലാം സ്വന്തമാക്കി അതിനുള്ള അറിവും ക്വാളിഫിക്കേഷനും അവർക്കുണ്ടായിട്ടുണ്ട്. അടുത്ത ഒരു തരത്തിലേക്ക് തങ്ങളുടെ ജീവിതത്തെയും തങ്ങളുടെ ചുറ്റുപാടുകളെയും കൊണ്ടുപോകുന്നത് തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി കൂടിയാണ് എന്ന ബോധ്യത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമുക്കും ചെയ്യുവാനായിട്ടുള്ളത്. ആ രീതിയിൽ വളർന്നു വരുന്ന തലമുറകൾക്ക് ഒരു പ്രചോദനമാകട്ടെ. ദൈവം